കുളിക്കേണ്ട എപ്പോഴെന്ന് പറഞ്ഞാൽ, അപ്പോൾ കുളിക്കുന്ന കാര്യത്തിലാണ് വന്നത്. നമ്മൾ ഈ ആദ്യത്തെ ദിവസം 1-2 ദിവസം പനിച്ചിട്ട് പനിക്കുമ്പോൾ ആക്ച്വലി കുളിക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ നമ്മുടെ ഒരു ബോഡി ഇറഗുലർ. കാരണം പനി എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു ഈ അകത്ത് ടെമ്പറേച്ചർ കൂട്ടിയിട്ട് ഈ വൈറസിനെ കൊല്ലാൻ അല്ലെങ്കിൽ ബാക്ടീരിയ കൊല്ലാൻ വേണ്ടി ബോഡി തന്നെ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിനെ നമ്മൾ കുറയ്ക്കാനായിട്ട് നോക്കുമ്പം വെള്ളമൊഴിച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് കൊണ്ട് താന്ന് കളയും. അത് ആകെപ്പാടെ ബോഡിയിൽ ഒരുമാതിരിയാവും. നമുക്ക് കുളിക്കാനും അപ്പോഴും തോന്നില്ല. ബോഡി ശരിക്കും വർക്ക് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഇതുപോലെ എറപ്ഷൻസ് കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പനി കാണുമ്പോൾ കുളിക്കാൻ, ബോഡി ടെമ്പറേച്ചർ കാണുമ്പോൾ കുളിക്കാൻ തോന്നില്ല. അത് കഴിയുമ്പോൾ നോർമലി എല്ലാം കറക്റ്റായി വരും. ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ പിന്നെ കുളിക്കാം, കുഴപ്പമില്ല. എറപ്ഷൻ കണ്ടെന്ന് പറഞ്ഞ് കുളിക്കാതെ ഇരിക്കേണ്ട. ഈ കുളിക്കാതെ കൂടുതൽ ദിവസം ഇരുന്ന് കഴിഞ്ഞാലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് നമ്മൾ പിന്നെ പനി അങ്ങോട്ട് 1-2 ദിവസം കഴിഞ്ഞ് പനി മാറി കഴിഞ്ഞാൽ കുളിച്ചു തുടങ്ങണം. അല്ലെങ്കിൽ ഈ വന്ന ബ്ലിസ്റ്ററിൻ്റെ പുറത്തെല്ലാം ഈ കുരുങ്ങനെ പൊട്ടി വന്നതിൻ്റെ പുറത്തെല്ലാം വേറെ ബാക്ടീരിയ കയറും. ഇപ്പോൾ ഇത് വൈറസാണ് പറഞ്ഞു. അപ്പോൾ ഈ വൈറസിന് പുറമേ, അതായത് ചിക്കൻ പോക്സിൻ്റെ വൈറസിൻ്റെ പുറമേ അത് ചത്ത് വെള്ളം പോലെ വരെയാണ്. സ്റ്റഫൈലോകോക്കസ് എന്നും സ്ട്രെപ്റ്റോകോക്കസ് എന്നൊക്കെ പറഞ്ഞ് വേറെ ബാക്ടീരിയ അതിൻ്റെ പുറത്ത് കയറി പറ്റിപ്പിടിച്ച് പിന്നെ സാധാ ചിരങ്ങ് പോലെ വരും. സാധാരണ നമ്മുടെ ബോയിൽ പോലെ ചിരങ്ങ് പോലെ വരും. അത് പിന്നെ കുഴപ്പമാണ്. അത് കരിയാൻ പിന്നെയും സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചൂടുവെള്ളത്തിൽ സോപ്പൊന്നും ഇടാതെ ചുമ്മാതെ ഈ പനി ടെമ്പറേച്ചർ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ എറപ്ഷൻ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. അത് പൊട്ടിക്കല് സൂക്ഷിച്ച് കുളിച്ചാൽ മതി. കുളിക്കുന്നത് നല്ലതാണ്. കുളിച്ചില്ലെങ്കിൽ ഈ പ്രശ്നമുണ്ട്. ഇതെല്ലാം നമ്മൾ പേഷ്യൻസിന് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ ഉടനെ ഇതുപോലെ നമ്മൾ ഈ 2ൻ്റെ അന്ന് കുളിച്ച് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. കുളിച്ചില്ലേ പ്രശ്നമാണ്. അഴുക്കിരുന്നിട്ട് ഈ ബാക്ടീരിയ ഇൻഫെക്ഷൻ വരും. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് മാറാൻ പിന്നെ ഒരുപാട് സമയമെടുക്കും. അതുപോലെ നമ്മൾ ചിക്കൻ പോക്സ് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നോർമലി പിന്നെ ആയുഷ്കാലം തിരിച്ചു വരില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പെർമനൻ്റായിട്ട് ഇതിൻ്റെ വൈറസിന് ആൻറ്റിബോഡി നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൈറസ് എവിടെ നമ്മൾ ആരെങ്കിലും തൊടുകയൊക്കെ ചെയ്താൽ വൈറസ് കയറുന്ന അവിടെ വെച്ച് തന്നെ ഇതിനെ ബ്ലോക്ക് ചെയ്തിട്ട് അത് അവിടെ വെച്ച് കൊല്ലും. അപ്പം നമുക്ക് അതിൻ്റെ സിംറ്റംസ് ഒന്നും കിട്ടാൻ നമ്മളെ ദേഹത്ത് കയറാൻ സമ്മതിക്കില്ല. അപ്പം അതേപോലെ ഇത് നമ്മൾ ബാക്കിയുള്ളവർക്ക് കൂടെ നിൽക്കുന്നവർക്കെല്ലാം ഇത് തന്നെ 1-2 ഡ്രോപ്പ് ഇത് അരമണിക്കൂറോ 1 മണിക്കൂറോളമായിട്ട് കഴിക്കാൻ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്കും മിക്കവാറും കിട്ടില്ല. പക്ഷേ ചിലർക്ക് നേരത്തെ വൈറസ് ദേഹത്ത് കയറി കാണും. അവർക്ക് ചില സിംറ്റംസ് കാണിക്കും. പക്ഷേ എന്നാലും കുറയാനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി കൂട്ടിയിട്ട് ഇത് കുറയ്ക്കാനും നല്ല സഹായിക്കും. അപ്പം ബാക്കിയുള്ളവർക്കും ഇത് പ്രിവെൻറ്റീവ് പോലെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ മരുന്നാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ്. നമ്മൾ ഈ പറഞ്ഞൊരു പൊട്ടൻസി എന്ന് പറയുന്ന മെഡിസിൻസ് ഇല്ലാത്തതിലോട്ട് പോയി കഴിഞ്ഞാൽ എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കൊടുക്കാറില്ല. അതേപോലെ ഇതിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റിയൊരു ബയോകെമിക് സോൾട്ട് ഉണ്ട്. അത് കാലിസൾഫ് എന്ന് പറയുന്ന ഒരു സോൾട്ടാണ്. അതും ഇതുപോലെ ബയോകെമിക് ഹോമിയോയുടെ തന്നെ സോൾട്ടാണ്. അതുകൂടെ കൂടെ നല്ലതാണ്, നല്ല എഫക്റ്റീവാണ്. അതുപോലെ പിന്നെ വേറെ എന്തെങ്കിലും സൈഡ് സിംറ്റംസ്, ചുമയോ അങ്ങനെ എന്തെങ്കിലും തലവേദനയൊക്കെ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേറെ മരുന്നുകൾ കഴിക്കാം. നോർമലി ഇത് 3ഉം കഴിച്ചുകൊണ്ടിരുന്നാൽ അത് നല്ല രീതിയിൽ കുറയും. ബാക്കി സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിനകത്ത് കെയർ ചെയ്യാനുള്ള നമ്മൾ ഈ പറഞ്ഞ പോലെ വൃത്തിയായിട്ടിരിക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് സ്റ്റേജ് പനിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ വെറുത്തിറങ്ങിയാലും ആളെ തൊട്ടാലൊന്നും ഇത് കിട്ടില്ല. 2 അല്ലെങ്കിൽ 3 ദിവസം മാക്സിമം. അത് കഴിഞ്ഞാൽ പിന്നെ കോൺടാക്റ്റുകളൊന്നും കിട്ടില്ല. പിന്നെ ഈ എറപ്ഷൻ പണ്ടത്തെ ആൾക്കാർക്ക് അത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഈ നമ്മൾ കുരുക്കൾ കാണുമ്പോഴാണ് ഇത് പകരുന്നതെന്ന് പറയുന്നത്. അത് വെറുതെയാണ്. ആക്ച്വലി വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് വരുന്നത്. എല്ലാം ഇപ്പം നമുക്ക് എല്ലാ സാധനവും ഇങ്ങനെ തന്നെയാണ്. എല്ലാത്തിൻ്റെയും കോഴ്സ് ഇതുപോലെയാണ് ചെയ്യുന്നത്. പാട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഇതേപോലെ വേറൊരു സാധനമുണ്ട്. തേനും ഇത്തിരി കുഴച്ച് അത് ഇതേപോലെ തൊട്ടിട്ട് ഇതിൻ്റെ പുറത്തിട്ട് കഴിഞ്ഞാൽ ക്യാൻസാരിസ് എന്ന് പറയും. അതിട്ട് കഴിഞ്ഞാൽ ആ പാട് പെട്ടെന്ന് മാറും. നോർമലി ചിക്കൻ പോക്സിന് വലിയ പാട് വരില്ല, എന്നാലും പറയണം. പിന്നെ കുളിക്കാതിരിക്കുകയോ ചൂടുവെള്ളത്തിൽ ദേഹം മുഴുവൻ തുടച്ചെടുക്കാതിരിക്കുകയോ ചെയ്യരുത്. സെക്കൻഡറി ഇൻഫെക്ഷൻ കിട്ടും. പിന്നെ ആ ചിരങ്ങ് പോലുള്ളത് വരാൻ കുറേ ദിവസം എടുക്കും. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കണം. ഈ ചിക്കൻ പോക്സ് വന്നവർക്ക് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഈ ചിക്കൻ പോക്സിൻ്റെ വൈറസ് ഞാൻ പറഞ്ഞു നെർവിൻ്റെ അറ്റത്ത് കയറുമെന്ന്. അതുപോലെ അതിൽ കുറച്ച് അതിൻ്റെ രൂപാന്തരം അതിൻ്റെ ഷേപ്പിന് വ്യത്യാസം വന്നിട്ട്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് പോയി മിച്ചം വന്നാൽ ചിലത് മിച്ചം ഇരുന്നിട്ട് അതിൻ്റെ ഷേപ്പിന് മാറ്റം വരും. ഷേപ്പിന് മാറ്റം വരുന്നതിന് ശേഷം നമ്മുടെ ഞരമ്പിൻ്റെ ഇടയ്ക്ക് രക്തമില്ലാത്തൊരു സ്ഥലമുണ്ട്. നെർവിൻ്റെ ഇടയ്ക്ക് കൈ കാണിച്ച കൈയൊന്നുമല്ല ഞരമ്പ്, ഞാൻ പറഞ്ഞ് നമ്മുടെ ബോഡി മൊത്തമുള്ള നെർവിൻ്റെ അരിയാണ് പറയുന്നത്. നെർവ് എൻഡിങ്സിൻ്റെ ഇടയിലോട്ട് കയറിക്കഴിഞ്ഞാൽ അവിടെ ബ്ലഡ് ഇല്ലാത്തതുകൊണ്ട് ഇതിനെതിരെ ആൻറ്റിബോഡി ഉണ്ടാക്കില്ല. അതവിടെ ഇരിക്കും. അതവിടെ ഇരുന്നിട്ട് നമ്മുടെ ബോഡി ക്ഷീണിക്കുമ്പോഴോ അല്ലെങ്കിൽ കാലാവസ്ഥ മാറ്റങ്ങൾ, ചൂടും തണുപ്പും വരുമ്പോഴോ അങ്ങനത്തെ മാറ്റങ്ങളെല്ലാം വരുമ്പോഴത്തേക്കും ഇതെന്ത് പറഞ്ഞാൽ ഇത് അവിടെ നിന്ന് ബൾബ് പോലെ വെളിയിലോട്ട് ഇതേപോലെ ചിക്കൻ പോക്സിൻ്റെ വെള്ളം പച്ചവെള്ളം കണ്ണീർ മുത്ത് പോലത്തെ എറപ്ഷനായിട്ടുണ്ടാകും. പക്ഷേ അത് മിക്കവാറും
ഒരു നെർവിൻ്റെ ലാസ്റ്റ് എൻഡിനകത്താണ് സെൻസറി നെർവിൻ്റെ എൻഡിങ് എന്ന് പറയും, അതായത് ഡെർമറ്റോം എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണം മിക്കവാറും ഇവിടെയാണ് ഇങ്ങനെ കാണുന്നത്, ഇവിടെ കൂടെ വരുന്ന നെർവിൻ്റെ അല്ലെങ്കിൽ ഇവിടെ ഡെർമറ്റോം ഉണ്ട്, ആ നെർവിൻ്റെ എൻഡിൽ ഇത് ഒളിച്ച് കയറിയിരിക്കും. കുറച്ച് നമ്മുടെ ബോഡി ഒന്ന് ക്ഷീണിക്കുമ്പോഴോ കാലാവസ്ഥ മാറുമ്പോഴോ അതുപോലെ തന്നെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് അവിടെ നിന്ന് അത് മുട്ടയിടും പോലെ കുഞ്ഞായിട്ട് വരും. ഇവിടെ റിയാക്ഷൻ പോലെ ഒന്ന് ഇവിടെ എല്ലാം കുരുക്കൾ പോലെ വരും. അത് നല്ല പെയിൻഫുള്ളാണ്. അത് വന്നിട്ട് അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും തൊട്ടാലും ഒരു ഓവർ സെൻസിറ്റീവ്നെസ് ആണ്, അണ്ടർ സെൻസിറ്റീവ് അല്ല. എപ്പോഴും തൊട്ടാൽ നമുക്ക് കൂടുതൽ ഒരുമാതിരി ഒരു വല്ലാത്തൊരു ഫീലിംഗ് തോന്നും. ഓവറായിട്ട് നമുക്ക് ആ ഏരിയ സെൻസിറ്റീവ് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന അസുഖമാണ് ആ സാധനം. അത് ചിക്കൻ ബോക്സിൻ്റെ തന്നെ പിന്നത്തെ ഒരു സൈഡ് എഫക്റ്റാണ്. അപ്പോഴൊന്നും അല്ല വരുന്നത്, പിന്നെ വരാറ്. ചിലർക്ക് വരില്ല, കാരണം ഈ ഫുൾ വൈറസ് ബോഡിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ ഒളിച്ചിരുന്ന് അവിടെ നിന്ന് കയറി വരാൻ വഴിയില്ല. പക്ഷേ ചിലർക്ക് വരും. വന്നു കഴിഞ്ഞാൽ അത് ഹെർപ്പസ് സോസ്റ്റർ എന്ന് വേറൊരു ഗ്രൂപ്പിലോട്ട് മാറുകയാണ്. അതിനും ഇതുപോലെ ഹോമിയോ മെഡിസിനാണ് ഉഗ്രൻ, നല്ല മെഡിസിനാണ്. അതിൻ്റെ പുറത്ത് പുരട്ടാൻ കൂടെ ഒരു സാധനം പുരട്ടണം. പുരട്ടിക്കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞൊരു സാധനമാണ് ഞാൻ കൊടുക്കുന്നത്. അതിൻ്റെ പുറത്ത് പുരട്ടിക്കഴിഞ്ഞാൽ പെയിൻ കുറയും. പിന്നെ ഇൻറ്റേർണലി കഴിക്കാൻ ഇതേപോലത്തെ മരുന്നും വേറൊരു സാധനം കൂടെ ഉണ്ട്, അതും കൂടെ ചേർത്താണ് കൊടുക്കുന്നത്. നല്ല രീതിയിൽ കുറയും. ആ പാടുകളെല്ലാം ഒരു പരിധി വരെ അതിൻ്റെ പാട് ഭയങ്കര പാടാണ്. പക്ഷേ പിന്നെ റെക്കറൻസി എല്ലാം നല്ലതുപോലെ മാറും. അത് ശരിക്കും ചിക്കൻ ബോക്സിൻ്റെ വേറൊരു വെറൈറ്റിയിലോട്ട് വരുന്ന ഹെർപ്പസ് സോസ്റ്റർ വേറൊരു വെറൈറ്റിയിലോട്ടാണ്. ഹെർപ്പസ് വന്നു കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും പറ്റിയത് ഇത് വന്നിട്ട് നമ്മൾ നോർമലി ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊരു കട്ടി മെമ്പറൈനായിട്ടാണ് വരുന്നത്. ആ കട്ടി മെമ്പറൈൻ പൊട്ടുന്നവരെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനായിരിക്കും. 7 ദിവസം 8 ദിവസം ഇങ്ങനെ കാണും. അപ്പോൾ അത് തന്നെ ഒരു നല്ലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നാരങ്ങയുടെ പൊടി, കറ്റാർവാഴയുടെ പൊടി, അതിമധുരം എന്ന് പറഞ്ഞാൽ ഡൽക്കാമറ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ബിറ്റർ സ്വീറ്റ്സ് എന്ന് പറഞ്ഞ സാധനം, അതിമധുരം. ഈ 3 സാധനത്തിനെയും പൊടി, അല്ലെങ്കിൽ അത് വാങ്ങിച്ച് പൊടിയായിട്ട് എടുക്കണം. പൊടി കൊണ്ട് അതെടുത്തിട്ട് ഇച്ചിരി പോലും വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ പുറത്ത് വെച്ചാൽ അടുത്ത ദിവസം അത് പറ്റും. ഭയങ്കര എഫക്റ്റാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊലി അത് നല്ല ഡൈല്യൂട്ടാക്കി കൊടുക്കും. അപ്പോൾ അതിനകത്ത് കെട്ടി നിൽക്കുന്ന വെള്ളം ഒലിച്ചങ്ങ് പോകും. പക്ഷെ നമ്മൾ ചൊറിഞ്ഞ് പൊട്ടിക്കുകയെല്ലാം ചെയ്താൽ ഭയങ്കര കുഴപ്പമാണ്. അത് ഒരുമാതിരി വ്രണം പോലെയായി, സ്കാബ് പോലെയായി വൃത്തികേടാവും. അപ്പോൾ അതൊക്കെ ഈ ഒരു വെറൈറ്റി വരുന്ന സാധനമാണ്. പച്ചവെള്ളം പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ചിക്കൻ ബോക്സിൻ്റെ എറപ്ഷൻ പച്ചവെള്ളം പോലെയാണെന്ന്, ഹെർപ്പസിൻ്റെതും പച്ചവെള്ളം പോലെയാണെന്ന് പറഞ്ഞാൽ ഇതും വെള്ളം പോലെ ഇങ്ങനെ കുരുകുരാ വരും. അപ്പോൾ ഇനി അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു ഡിസീസുമായിട്ട് വരാം.